ജീപ്പ് എന്തേ ജോസൂട്ടി? ജീപ്പോ? ജീപ്പേ ഞാൻ ഇറങ്ങാൻ നിന്നപ്പോഴേ ഷാജി ഓട്ടോയും കൊണ്ട് വന്നേ. പിന്നെ അതേക്ക് ഇറങ്ങി പോന്നു. ഡീസലിനൊക്കെ ഇപ്പൊ എന്നാ വിലയടി? ഈയിടെയായിട്ട് ഭയങ്കര സൂക്ഷ്മതയാണല്ലോ കാശ് ചെലവാക്കുന്ന കാര്യത്തില്. അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്കൊരു പെങ്കൊച്ച വളർന്നു വരുന്നേ. ഇനി നാളെ ഉണ്ടാവുന്ന പെങ്കൊച്ചങ്ങളാണെങ്കിലോ? മതി മതി, ചോറുണ്ട്. അമ്മച്ചിയുടെ മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമുള്ള ആളല്ലേ? ക്രിസ്റ്റു ആണല്ലോ. ജോസൂട്ടി, ഇവനെ ഒന്ന് വഴക്ക് പറഞ്ഞേ. രാവിലെ ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞോണ്ട് പോയതാ ചെറുക്കൻ. ഹലോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നാ. ഹലോ, ഞാൻ എന്തോ കോളേജിൽ പോയി. ചാച്ചൻ എവിടെയാ? ഞാൻ വീട്ടില്. എന്താടാ ചാച്ച? ഒരു പ്രശ്നമുണ്ട് ചാച്ച. അമ്മച്ചി അടുത്തുണ്ടോ? എന്നാടാ ചാച്ച? കേക്കാടാ, പറഞ്ഞു. ചാച്ച, എന്നടാ കാര്യം? ചാച്ച, നിമ്മി ഒളിച്ചോടി. ഒളിച്ചോടിന്നു? എന്നാടാ ഈ പറയുന്നേ? ആരുടെ കൂടെ? അത് എന്റെ കൂടെ. കൂടെ? അയ്യോ, എന്റെ കൂടെ അല്ല, ഗുപ്തന്റെ കൂടെ. ഗുപ്തനോ? ആരാടെ ഗുപ്തൻ? തെളിച്ചു പറ. എനിക്കറിയത്തില്ല ചാച്ച. ഇൻസ്റ്റയിലെ ഏതോ ഫ്രണ്ടാന്നാ പറഞ്ഞേ. ചാച്ച, ഞാൻ പറഞ്ഞത് കേക്കണ്ടേ? താണ്ടെ കേറി പോന്നു. നിമ്മി, എടാ, എന്നിട്ട് നിങ്ങളിപ്പോ എവിടെയാ? ഞങ്ങളോ വാഗമണ്ണ്. ജീപ്പ് കൊണ്ട് നീ അങ്ങോട്ടാണോ പോയത്? ഇനിയും ഗുപ്തൻ വന്നില്ലെങ്കിൽ സൂയിസൈഡ് എന്ന് പറഞ്ഞ് ഇതാ കയറി പോയിട്ടുണ്ട്. നിമ്മി പട്ടി, എനിക്ക് നീ ജീവിക്കണ്ട. ഒന്ന് നിക്ക് നിമ്മി. ചാച്ച, അവൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ചാച്ച. നിമ്മി, ചാച്ച ചാച്ചനൊന്ന് വരാവോ? ഇനിയും വന്നില്ലെങ്കിൽ അവൾ എന്തെങ്കിലും കടുങ്ങുകയും ചെയ്യും. ചാച്ചനൊന്ന് വേഗം വരുന്നുണ്ടോ? നീ എന്തെങ്കിലും പറഞ്ഞ അവളെ തിരിച്ചു വിളിച്ചേർക്ക്. ഞാനങ്ങോട്ട് വരാം. ശരി. നിമ്മി പാട്ടൊന്ന് നിർത്തിക്ക്, എന്നിട്ടൊന്ന് വേഗം പോയിക്കേ. എന്നാ ജോസുട്ടി പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു പ്ലാൻ? എടാ, വാഗമണിലേക്കായിരുന്നെങ്കിൽ അവരെ കൂടി വിളിക്കായിരുന്നു. എന്ത് വിളിക്കായിരുന്നു? ഇത് എങ്ങോട്ട് എന്തിനു പോകുന്ന വിചാരിച്ചേ? എടാ, നീ എന്നത്തിന് എന്നോട് ചൂടാവുന്ന? ഷൈന് കുറച്ച് നാളായിട്ട് പറയുന്നു കല്യാണത്തിന് മുമ്പ് അവളെ വാഗമണിലൊന്ന് കൊണ്ടുപോകണം. എടാ ക്ലാപ്പ, ക്രിസ്റ്റോ ഒരു പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി. ആരുടെ ഒപ്പം? നിമ്മി CA ജോർജ് സാറിന്റെ മോളുടെ കൂടെ. അവനല്ല അവളുടെ കൂടെ ഒളിച്ചോടി, അവൾ അവന്റെ കൂടെ ഒളിച്ചോടി. പക്ഷെ അവര് രണ്ടുപേരും ഏതോ ഗുപ്തന്റെ കൂടെ ഒളിച്ചോടി എന്നാണ് പറഞ്ഞത്. എടാ, നീ എന്നാ ഈ പറയുന്നത്? ഗുപ്തനോ? എനിക്കും അറിയില്ല. ഏതാ ഗുപ്തൻ? നിനക്കറിയാമോ? ഇനി മറ്റേ ഗുപ്തനാണോ? ഏത്? ഈ ചൂട് ചായ ഊതി ഊതി കുടിക്കുന്ന ഗുപ്തൻ. എടാ, എന്നാലും ഏതാ ഈ ഗുപ്തൻ? ഹരികൃഷ്ണൻസിലെ ഗുപ്തൻ. നിനക്കിപ്പോ എങ്ങോട്ടാ പോണ്ടേ? വാഗമണോ? എന്റെ പൊന്നെ, പോയേക്കാം, വാ.
എന്നെ വിളിക്കുമ്പോൾ അവന് നല്ല ടെൻഷനായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ എത്ര കൂളായിട്ടായിരിക്കുന്നതെന്ന്. നിമ്മിയുടെ കാര്യം പറയാൻ അവൻ ആദ്യം വിളിക്കുന്നത് എന്നെയാണ്. അവൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ആദ്യം അവൻ എന്നെ വിളിക്കും. എന്നെ കിട്ടിയില്ലെങ്കിൽ അവൻ സെസിലിയെ വിളിക്കും. അവനറിയാം അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവൻ്റെ ചാച്ചനും അമ്മയും അത് പരിഹരിച്ചു കൊടുക്കുന്നു. ക്രിസ്റ്റോ ഇപ്പോഴത്തെ പിള്ളേരെ കൂട്ട് തന്നെയാണ്. അവരുടെ എല്ലാ ഇഷ്ടങ്ങളും അവനും ഉണ്ട്. പക്ഷെ അതിലൊന്നും അവൻ അഡിക്റ്റഡ് അല്ല. ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ ഒരുപാട് താല്പര്യങ്ങൾ. പക്ഷെ എന്തൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. വീട്ടിലറിയുമോ, അവരറിഞ്ഞ എന്ത് വിചാരിക്കും. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെ നന്നായി മനസ്സിലാക്കുന്ന പേരൻസാണ് നിങ്ങൾക്കുള്ളത്. എന്നിട്ടും നിമ്മി എന്താ അവരോട് കാര്യം പറയുന്നേ? പപ്പയോടും മമ്മിയോടും. അതന്നെ മമ്മിയോടെങ്കിലും പറയാഞ്ഞേ. സാരമില്ല. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മൂത്ത ചേട്ടൻ പാപ്പച്ചായനും കുടുംബവും ഞങ്ങളെല്ലാവരും മലബാറിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവരെന്ന് ഇരിട്ടിയിൽ സെറ്റിൽഡാ. അവിടെ സ്ഥലം വാങ്ങാൻ ചാച്ചനോട് ചോദിച്ചപ്പോൾ ചാച്ചൻ ആദ്യം സമ്മതിച്ചില്ല. പിന്നെ അവിടെ തന്നെ സ്ഥലം വാങ്ങി വീടും വെച്ച് പാല് കാച്ചും കഴിഞ്ഞ് തറവാട്ടിലോട്ട് വരുന്ന വഴിയായിരുന്നു. അന്ന് ഇവൻ 5 വയസ്സാ. ഞാനവന് പേരിട്ട് ക്രിസ്റ്റോന്ന്. പിന്നെ അവൻ്റെ താഴെ ക്രിസ്റ്റഫറും ക്രിസ്റ്റീനയും. എല്ലാവരും ചോദിക്കും ഒരേപോലത്തെ പേരുകളാണല്ലോടാ. ഇതൊക്കെ ഇടാൻ നീ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പനും അമ്മയും പോയ വിഷമം ഞങ്ങൾ അവനെ അറിയിച്ചിട്ടേ ഇല്ല. അതൊക്കെ പിന്നെ എല്ലാവരും മറന്നുപോയി. എത്ര എത്ര അപകടങ്ങളാ ആരോർക്കാൻ. സാരൻ ടീച്ചർ ഈ നാട്ടിൽ പുതിയതായതുകൊണ്ടാണ് ഇതൊന്നും അറിയായിരുന്നേ. നിമ്മി മോളെ, മുന്നോട്ടുള്ള നിന്റെ ജീവിതത്തിൽ ഇതേപോലത്തെ സാഹചര്യങ്ങളുണ്ടാവും. പുറത്തുള്ള ആരെക്കാളും നിന്നെ നന്നായി അറിയാവുന്ന നിന്റെ അപ്പനും അമ്മയോട് ഇതൊക്കെ ഷെയർ ചെയ്യുന്നല്ലേ നിനക്ക് ഏറ്റവും സേഫ് അല്ലേ? ഇപ്പം ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ഇനി മുതൽ നിനക്ക് ഞങ്ങളോട് എന്തും പറയാം. ഞങ്ങളുണ്ട് നിന്റെ കൂടെ, കേട്ടോ? ശരി സാർ. ശരി ഹോസ്റ്റൽ. ബാക്കി കളി വീട്ടിൽ പോയി കാണാം. അമ്മച്ചി അവിടെ നോക്കിയിരിക്കും. വാ. ആ നിമ്മി, നാളെ കൊയർ പ്രാക്ടീസിന് വരാൻ മറക്കല്ലേ? ശരി എന്നാ. ശരി വേണ. കന്യകളുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപാദത്വങ്ങൾ ഞാൻ വരുന്നതോട് വേർപ്പെട്ട് കണ്ണുനീർ ചിന്തി ഭാവി അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടിട്ടുള്ളണമേ. ആമേൻ. എടേ, മേൽവേ വിളിച്ചായിരുന്നു കേട്ടോ. അവൻ വരുന്നെന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക്. അത് വലിയ ഫംഗ്ഷനായിട്ട് ക്ലബിൽ വെച്ചൊക്കെ നടത്തണമെന്നാണ് അവൻ പറയുന്നത്.
എന്നായാലും നടത്തുന്നതല്ലേ, ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് വിളിച്ചേക്കാം അല്ലേ? അച്ഛമോളെ കാണാനങ്ങ് കൊതിയാവുക. മാമോദിസൊക്കെ കയ്യിലെടുത്തതാ. അവക്ക് എൻ്റെ ചായ എന്ന് എല്ലാരും പറയുന്ന. അതിപ്പം എൻ്റെ ഷയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? ഇല്ല. എന്നാടാ? എന്നാ പ്രസ്സിൽ നിന്ന് കുറിങ്ങ് വാങ്ങിച്ചു. ഇതിന് എന്നാ യൂസിറ്റി? അത് ഞാൻ പിന്നെ പറയാം. ആദ്യത്തെ കുറി നമ്മുടെ പുത്തൻകടുപ്പിലച്ഛന് കൊടുക്കണം. ശരി എന്നാ ആ പ്രാക്ടീസ് എടുക്കട്ടെ. ശരിടാ. ഇതിപ്പോ കൂടെ കൂടെ വരുന്നുണ്ടല്ലോ. ഡോക്ടറെ ഒന്ന് കാണാൻ മേലായിരുന്നോ കൊച്ചേ? ഞാൻ ഗുളിക കഴിച്ചെന്നേ, ഒന്ന് കിടന്നാ മാറുന്ന. എത്രാമത്തെ തവണയാ ഞാൻ ഈ തുടയ്ക്കുന്നേ. നമ്മുടെ റിയാനയ്ക്ക് എന്തോ ഏനക്കേടുണ്ടോന്ന് തോന്നുന്നു. കൊച്ചു വന്ന് നോക്കിക്കേ. എന്നാ പറ്റിയേ? അല്ല, പറഞ്ഞിട്ടൊന്നും ചെയ്യുന്നില്ല. പറഞ്ഞിട്ടൊന്നും ചെയ്യുന്നില്ലേ? ആന്നേ. അത് കൊള്ളാലോ. റിയാന, പ്ലീസ് മേക്ക് എ കോഫി. Sure, sir. Up in a minute. ഓക്കെ ആയല്ലോ. കണ്ടോ അനുസരണക്കേട് കണ്ടോ? എളിപ്പ്. Your coffee is ready. നോക്കട്ടെ. നല്ല ചൂടുണ്ടല്ലോ. പനി വല്ലതും ആണോ? ഇതിനോ? ഇതിനെന്നാ പനി വന്ന ഒക്കത്തില്ലേ? ഉഫ്, എന്റെ പൊന്നു ചേട്ടത്തി. ഇതന്നെ ഇന്ന് വീട്ടിൽ പോകാൻ സമ്മതിക്കത്തില്ലെന്നാ തോന്നുന്നത്. അതുകൊണ്ട് സാറ് വന്നു. എന്നാടി, എന്നാ പറ്റി? അല്ല, ഇത് ഇന്നൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്തോ റോങ് ആന്ന് തോന്നുന്നു. കേൾക്കുന്നില്ലേ? നിങ്ങൾ വോയിസ് കമാൻഡ് കൊടുത്തതിന്റെ കുഴപ്പമായിരിക്കും. അതല്ല, പാലെടുത്തേ. പാല് കുറച്ച് ഇവിടെ തട്ടിക്കളഞ്ഞു. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. റിയാന, പ്ലീസ് മേക്ക് എ കോഫി. Sure, sir. Up in a minute. കണ്ടോ, പറയണ്ടോര് പറയണം. കണ്ടോ, നല്ല അനുസരണം. ഭാഗ്യം വെള്ളാത്തിലാണ്ട് തിളച്ചില്ലായിരുന്നു. Your coffee is ready. ഇഡിയറ്റ്. ബിരിയാണി ഉണ്ടാക്കുമെന്ന്. എന്ത് ചെയ്യാൻ വിളിക്കേ? എടാ, ഇതേ ചുളുക്കാതെ ഒട്ടിക്കണേ. ശരിയാ. ആ, ഇത്തവണ സ്റ്റാർ സൂപ്പർ ആക്കണം കേട്ടോ. അച്ചോ, ഷാജി, അച്ഛനെ ഞാൻ പള്ളിമേടയിൽ നോക്കിയായിരുന്നു. ഇതെന്താടാ, കല്യാണക്കുറിയാ? ആദ്യത്തെ കുറി അച്ഛനാ. കാര്യങ്ങളൊക്കെ എവിടം വരെ? എല്ലാം ഒന്നേന്ന് തുടങ്ങാൻ കിടക്ക വെച്ചു. ഞാനും കൂടെ ഇറങ്ങുന്നുണ്ട്. അച്ഛനെ കണ്ടിട്ട് കുറേ. ഇപ്പൊ എങ്ങനെയുണ്ടോ അച്ഛന്? കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ഛന് ഇപ്പൊ ഓക്കെയാ. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. കൊല്ലപ്പള്ളി പെരുന്നാളാ നാളെ. പ്രാക്ടീസ് ഉണ്ട്. അമ്മമാരോട് എന്നെ നോക്കി ഇരിക്കായിരിക്കും കേട്ടോ. ശരി. എടാ, ചുളുങ്ങാതെ ചേർത്തൊട്ടിക്കടാ. ആ, ഇവിടെയും ചേർത്തൊട്ടിക്ക്. ചൂടേ വല്ലതും നടക്കുവോ? കംപ്ലൈന്റ് ഒന്നും ഉണ്ടാകുകയെന്ന് പറഞ്ഞിട്ട്? ഇല്ല സാർ, നോക്കിക്കൊണ്ടിരിക്കുക. ആക്ച്വലി സാർ, ഇത് വണ്ടർ റോബോയുടെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളുടെ ലൈഫിലും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസാ. അല്ല, ചാർജ് എങ്ങാനും തീർന്നായിരിക്കും. നോ മാഡം, ബാറ്ററി ബാക്കപ്പ് ഉണ്ടല്ലോ. അതായത് നമ്മുടെ കമ്പനി ഫുൾ ബാറ്ററി ബാക്കപ്പ് ആണ് പ്രൊവൈഡ് ചെയ്യണത്. പേര് മാറ്റിയിട്ടിട്ടോ വല്ലോ? ഏയ്, പേര് നല്ലതാണല്ലോ റിയാന. കുഴപ്പമില്ല, നല്ല പേരല്ല. പാലിങ് എടുത്തരോ, ഒന്ന് നോക്കട്ടെ. പാലില്ല സാർ, ഓക്കെയാണ്. വെള്ളം മാത്രമേ ഉള്ളൂ. റെഡി സാർ. ഇങ്ങോട്ട് വെച്ചോ. താങ്ക് യു. റിയാന, പ്ലീസ് മേക്ക് എ കോഫി. അയ്യോ, ശരിയാ. അയ്യോ സാർ.
Sure, sir. Up in a minute. Your coffee is ready. വേണ്ട വേണ്ട താങ്ക് യു സാർ സാർ നോക്കി ഓ സാർ ഇതായിരുന്നു പ്രശ്നം. ഈ GPS ട്രാക്കറാണ് ഇവളെ കുഴപ്പിച്ചത്. അതായത് സാർ, ഈ റോബോട്ടിന്റെ സോഫ്റ്റ്വെയർ ഫംഗ്ഷൻ ഈ GPS ട്രാക്കർ ഫംഗ്ഷൻ ചെയ്തപ്പോൾ ഉൾട്ടയായി പോയി. അതാണ് ഇത് മിസ്ലീഡിംഗ് കമാൻഡ്സ് ഇതിന്റെ സിസ്റ്റത്തിലോട്ട് ഫോർവേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് എ കമ്പ്യൂട്ടർ മാൽ ഫംഗ്ഷൻ, നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ്. ആക്ച്വലി ഇത് ഈ വെഹിക്കിൾ ട്രാക്കിംഗ് ആ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന GPS ആണ്. ഇതാരാ സാർ ഇതിനകത്ത് വെച്ചേ? എവിടെയെങ്കിലും പോകുന്നുണ്ടോ അറിയാൻ വേണ്ടി വെച്ചതാ? ഇത് കണ്ടോ, ഇതാരാ വെച്ചെന്ന് മനസ്സിലായോ? ആരാ സാറേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ വേണ്ടപ്പെട്ട ഒരാളാ. നൈസ് നൈസ്. ഫിക്സ് ഇറ്റ്.